ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാധ്യതകളെക്കുറിച്ച് പറയുന്ന സമയത്ത് നേമം, കഴക്കൂട്ടം, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളാണ് പലപ്പോഴും കണക്കൂട്ടാറുള്ള ആദ്യത്തെ ഘട്ടത്തിൽ. പക്ഷേ 2020 നേതൃത്വം നൽകുന്ന അങ്ങനെ ഒരു പരീക്ഷണമായ കുന്നത്തുനാട്, ആ കുന്നത്തുനാട് ഏതാണ്ട് NDA തന്നെ വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. കാരണം അതിന് തക്കതായ കാരണങ്ങളുണ്ട്. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 4 പഞ്ചായത്തുകളാണ് 2020 ഭരിച്ചത്. അതേപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു 27.64% വോട്ട്, അതായത് CPM-ന് 33%, LDF-ന് 33%, UDF-ന് 32% വോട്ടുള്ള സമയത്ത് തൊട്ടടുത്ത്, അതായത് 41,890 വോട്ടാണ് കുന്നത്തുനാട് നേടിയത്. ആ സമയത്ത് തൊട്ടടുത്ത BJP സ്ഥാനാർത്ഥിക്ക് 7,000 വോട്ടുണ്ടായിരുന്നു. തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് 16,000 വോട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ BJPയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ വോട്ടായിരിക്കും 2020 സമാഹരിച്ചിട്ടുണ്ടാവുക. എന്തു തന്നെയായാലും 2020യും BJPയും കൂടെ ചേരുന്ന സമയത്ത് കുന്നത്തുനാട് ജയിക്കും എന്നുള്ളതിനകത്ത് നമ്മുടെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നേമം, കഴക്കൂട്ടം എന്നൊക്കെ നോക്കുന്നതിനേക്കാൾ ആദ്യം നോക്കേണ്ടത് കുന്നത്തുനാടല്ലേ. അതെ, ഈ തിരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ NDAക്ക് ഉറപ്പുള്ള ഒരു മണ്ഡലമാണ് കുന്നത്തുനാട്. ഞാനത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ BJP, അതായത് NDA സഖ്യം 2020 സഖ്യം പൂർണ്ണമായും വിജയം നേടുന്ന ഒരു മണ്ഡലമായി കുന്നത്തുനാട് മാറും. കുന്നത്തുനാടിന് കേരള രാഷ്ട്രീയത്തിൽ ഭാവിയിലൊരു ചരിത്ര പ്രാധാന്യമുണ്ട്. അതായത് കേരളത്തിൽ ഇനി രൂപം കൊള്ളാൻ പോകുന്ന ഒരുപക്ഷെ ഒരു ഹങ് അസംബ്ലി ആണെങ്കിൽ നമ്മൾ 2026 തന്നെ അത് കാണും. എന്നാൽ ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണമുണ്ട്. അതായത് ഇടത് വലത് മുന്നണികൾക്ക് ബദലായ ഒരു ഇന്ത്യ അലയൻസ് സഖ്യം കേരളത്തിൽ ഭാവിയിൽ രൂപപ്പെടും. അത് നിലവിലുള്ള കേരളത്തിൽ ഇന്ത്യ അലയൻസ് സഖ്യം ആദ്യമായി എൻ്റെ എക്സ്പെരിമെൻ്റ്, അത് പരീക്ഷണമായി നടപ്പാക്കിയ പ്രദേശമാണ് കുന്നത്തുനാട്. ഇന്ത്യ അലയൻസ് കേരളം ഒഴികെ എല്ലാ സ്ഥലത്തും ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിൽ, കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഇന്ത്യ അലയൻസ് കേരളത്തിൽ ആദ്യമായിട്ട് പരീക്ഷിച്ച ഒരു പ്രദേശമാണ് കുന്നത്തുനാട്. 2025 ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഏതാണ്ട് 24ഓളം രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റ മുന്നണിയായിട്ട് നിന്ന് അവിടെ മത്സരിച്ചു. അതായത് 2020യെ പരാജയപ്പെടുത്താനായിട്ട് ഇടതു മുന്നണിയും വലതു മുന്നണിയും അതിനോടൊപ്പം വെൽഫെയർ പാർട്ടിയും SDP-യും കൂടെ ചേർന്ന് എല്ലാവരുടെയും കൊടികൾ നിരത്തി അങ്ങനെ ഒരു 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 ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിട്ടാണ് അവിടെ മത്സരിച്ചത്. അതായത് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കേരളം കാണാൻ പോകുന്ന ഇന്ത്യ അലയൻസിൻ്റെ ആദ്യ പരീക്ഷണം നടത്തിയ മണ്ഡലമാണ് കുന്നത്തുനാട്. ഈ അവിടെ ഒരു കാര്യം, കിഴക്കമ്പലം, ഐക്യരനാട്, കുന്നത്തുനാട്, മഴുവന്നൂർ 4 പഞ്ചായത്താണ് 2020 തെരഞ്ഞെടുപ്പിൽ ഈ 2020 പിടിച്ചെടുത്തത്. ഇത് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ജയിച്ചു വന്നിരുന്ന, അതേപോലെ തന്നെ നമ്മുടെ TH മുസ്തഫ ഒക്കെ ജയിച്ചു വന്നിരുന്ന കുന്നത്തുനാട്. ആ കുന്നത്തുനാടിലെ കിഴക്കമ്പലം കേന്ദ്രീകരിച്ചാണ് കിറ്റക്സ് ചെയർമാൻ സാബു ജേക്കബിൻ്റെ നേതൃത്വത്തിൽ ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയ പാർട്ടി എന്നാണ് അന്ന് ആളുകളൊക്കെ തന്നെ വിളിച്ചത്. പക്ഷെ അവർ 2 മുന്നണികൾക്കും എതിരായിട്ട് മത്സരിച്ച് 4 പഞ്ചായത്തിൻ്റെ ഭരണമാണ് പിടിച്ചെടുത്തത്. അതുകൊണ്ടാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് 2020 ഒരു കോർപ്പറേറ്റ് പാർട്ടി എന്ന് പറയുന്നത് സാധാരണ കേരളത്തിലെ ഇടതുപക്ഷ ജാർഗൺ, അവർ ഉന്നയിക്കുന്ന ചില നെറേറ്റീവ് ഉണ്ട്. അതിൽ കൂടെ അവർ കൊണ്ടുവന്ന ഒരു നെറേറ്റീവാണ്. യഥാർത്ഥത്തിൽ വികസന രാഷ്ട്രീയത്തിനെ മുഖമുദ്രയാക്കി കൊണ്ടുവന്ന് ഇടത് വലത് മുന്നണികളുടെ ഈ ഒരു തരത്തിലെ ഒരു സമര പരമ്പരകളിലൂടെ വികസനത്തിനും അതുപോലെ നമ്മുടെ നിക്ഷേപ സൗഹൃദമല്ലാതെ ആക്കിയ കേരളത്തിൽ അതിന് ബദലായി നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കണം, ഈ നാട് നന്നാകണം, ഇത്രയും സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞ് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജുമായിട്ടാണ് ശ്രീ സാബു ജേക്കബ് 2020 ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സമാന മനസ്കരായിട്ടുള്ള ഒരുപാട് ആളുകൾ അതിനോടൊപ്പം ചേർന്ന്, കാരണം നമ്മുടെ ഇടത് വലത് മുന്നണികളുടെ പ്രവർത്തന പദ്ധതിയിൽ യാതൊരു തരത്തിലുമുള്ള വ്യത്യാസമില്ല. അവർ ട്രേഡ് യൂണിയനും അതുപോലെ തന്നെയാണ് വ്യത്യാസമില്ല. അതെല്ലാം തന്നെ ഇങ്ങനെ ചൂഷണം ചെയ്ത്, അതായത് സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് രാഷ്ട്രീയം കളിച്ച് ജീവിതം തന്നെ രാഷ്ട്രീയം ഒരു തൊഴിലായി കൊണ്ട് നടക്കുന്ന ആളുകൾ. അപ്പോൾ 2020 അതിനെതിരായിട്ട് അവരൊക്കെ സ്വയം ജോലി ചെയ്യുകയും എന്നിട്ട് രാഷ്ട്രീയം ഉപജീവന മാർഗമല്ല, അതായത് രാഷ്ട്രത്തെ സേവിക്കാനായിട്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നു. മറ്റത് ഇടത് വലത് മുന്നണികളുടെ നേതാക്കൾ എന്ന് പറയുന്നത് അവരൊക്കെ
വളരെ ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലൂടെ സമ്പന്നരായവരാണ്. ഇപ്പം നമ്മൾ സാബു ജേക്കബ് പരമ്പരാഗതമായി ബിസിനസ്സിലൂടെയാണ് വളർന്നതെങ്കിൽ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കളും അത് ഇടതുപക്ഷ നേതാക്കളും ഒക്കെ തന്നെ രാഷ്ട്രീയത്തിലൂടെ സമ്പന്നരായിട്ടുണ്ട്. അപ്പോൾ ഈ 2020 യഥാർത്ഥത്തിൽ എതിർക്കുന്നത് ഈ രാഷ്ട്രീയം തൊഴിലാക്കിയ നമ്മുടെ ഇടത് വലത് മുന്നണിയുടെ രാഷ്ട്രീയക്കാരെയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അത് വിജയം വരിച്ചപ്പോഴത്തേക്കും എന്ത് വില കൊടുത്തും ഇത്തരം ആശയം വളരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവരതിനൊരു കോർപ്പറേറ്റ് പാർട്ടി എന്നുള്ള തരത്തിലൊരു ഇത് കൊണ്ടുവരികയും അത് മാത്രമല്ല കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM-ഉം ഒന്നിച്ച് നിന്നാണ് അതിനെ എതിർക്കുന്നത്. അവിടെ 4 പഞ്ചായത്തിൽ ജയിച്ച 2020-ക്ക് 5 വർഷം കഴിയുമ്പോഴേക്ക് 2 പഞ്ചായത്തിലെ ഭരണം നഷ്ടപ്പെട്ടു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ്. പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്തവണ 2 മുന്നണികളും പരസ്പരം മത്സരിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇരു മുന്നണികളും ചെയ്യാൻ സാധ്യതയില്ല. അപ്പം ഒരു കറക്റ്റായിട്ടുള്ള ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു ത്രികോണ മത്സരമാണ് കുന്നത്തുനാട് നടക്കാൻ പോകുന്നത്. ഈ മണ്ഡലത്തിലെ കുന്നത്തുനാട് മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിൽ സംയുക്തമായി അവരെ എതിർത്തപ്പോഴും ഒരു പരിധിവരെ കുന്നത്തുനാടിലെ 2020-യെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ക്ഷീണിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അതായത് കുന്നത്തുനാട് പോലും അവരുടെ സീറ്റിൽ ചെറിയ വ്യത്യാസമുണ്ടായി. അതുപോലെ മഴുവന്നൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ അവർക്ക് നഷ്ടമായി. കാരണം സംയുക്തമായി മറ്റുള്ളവർ നിന്നപ്പോഴത്തേക്കും 2020-ക്ക് ചെറിയൊരു പുറകോട്ടടി ഉണ്ടായി. പക്ഷെ എന്നാൽ പോലും അവർ പിടിച്ചു നിന്നു. നമ്മളിപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ഷെയർ നോക്കുമ്പോഴും ഈ തിരഞ്ഞെടുപ്പിൽ 2020-ക്ക് വിജയസാധ്യത വളരെ വലുതാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2021-ലെ തിരഞ്ഞെടുപ്പിനെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും 27.69 7%, അതായത് 28% 2020-ക്ക് വോട്ട് ലഭിച്ചു. ഇടതു മുന്നണിക്ക് ലഭിക്കുന്നത് 33% ആണ്. ഒരു 4.5% വോട്ടിൻ്റെ കൂടുതൽ ഇടതു മുന്നണിക്കും അതുപോലെ 31.9 ആണ് കോൺഗ്രസിന് ലഭിച്ചത്. അത് നേരിയ വ്യത്യാസത്തിലാണ് ഇടതു മുന്നണിയും വലതു മുന്നണിയും അവിടെ കഴിഞ്ഞ തവണ വലതു മുന്നണി പരാജയപ്പെടുകയും ഇടതു മുന്നണി വിജയിക്കുകയും ചെയ്തത്. പക്ഷേ 2020 തൊട്ട് പുറകിൽ നിൽക്കുകയാണ്. BJPക്ക് 2016 തന്നെ 12% വോട്ട് ലഭിച്ചിരുന്നു. 2021 BJPയുടെ വോട്ട് ഷെയർ കുറഞ്ഞത് 8.5% ആയി മാറി. എന്നാൽ പോലും BJPയുടെ ഒരു 6%, BJPയുടെ അവിടെ എൻ്റെ കണക്കിൽ BJPക്ക് അവിടെ ഒരു 15% വോട്ട് BJPക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ലഭ്യമാകും. അവിടെ നോർമലി BJPയുടെ 15% അല്ല, BJPയുടെ ഭാഗത്ത് നിന്ന് 6% 7% വോട്ട് 2020-ക്ക് ലഭിച്ചാലും 2020-ക്ക് വിജയിക്കാൻ കഴിയും. അപ്പം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ BJPയുടെ ഏറ്റവും കുറഞ്ഞ വോട്ട് ഷെയർ ആയിട്ടുള്ള കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിക്കുന്നത് 4.6%. അത് 2020-യുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് വിജയത്തിനടുത്ത് നിൽക്കുകയാണ്. വിജയ സാധ്യത 2020-യുടെ വോട്ടും BJPയുടെ വോട്ടും, അതായത് 2016-ലെ വോട്ട് ഷെയർ 11%, ഈ 2020-യുടെ 28% വരുമ്പോഴത്തേക്കും വളരെ ഉയർന്ന തലത്തിലേക്ക് മാറും. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, കേരളം മുഴുവനും സർക്കാരിനെതിരായ വികാരം ശക്തമായിട്ടുണ്ട്. 2020-ക്ക് അവിടെ വിജയസാധ്യതയുണ്ട്. BJPയുടെ സ്വാഭാവികമായ വളർച്ചയും പ്രകടമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വേറൊരു പ്രത്യേകതയുള്ളത് NDAയുടെ പ്രകടനം. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രചരണ രംഗത്ത് എല്ലാ മേഖലയിലും ഇടത് വലത് മുന്നണികളെക്കാൾ ഒരു ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പം ജനങ്ങളിൽ അത് പലപ്പോഴും നമ്മൾ മത്സരിക്കുകയും നമ്മുടെ ക്യാമ്പയിനിങ്ങിന് ആ തരത്തിലേക്ക് ഒരു പാർട്ടി മുന്നിൽ വരാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ആ പാർട്ടിയോട് പ്രതീക്ഷ ഉണ്ടാവില്ല. താല്പര്യമുള്ളവർ പോലും വിജയസാധ്യതയില്ല എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യാതിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെയും BJPയുടെയും വിശേഷം 2020-യുടെയും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രചരണ രംഗത്ത് അവർ വളരെ മുന്നിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, തദ്ദേശ സ്ഥാപനത്തിലെ തിരഞ്ഞെടുപ്പിലും 2020-ക്ക് ചെറിയ കമ്പൈൻഡായിട്ട് 2 മുന്നണികൾ ഒന്നിച്ച് നിന്നപ്പോഴും ചെറിയ കുറവ് വന്നെങ്കിൽ പോലും 2020-യുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല. അപ്പം BJPയും 2020-യും കൂടെ ഒന്നിച്ച് മത്സരിക്കുമ്പോൾ അവിടെ 2020-ക്ക് വിജയിക്കാൻ കഴിയും. നമ്മുടെ മാധ്യമങ്ങളിലും സർവേയിലും ഒക്കെ തന്നെ, മാധ്യമങ്ങൾ നടത്തിയ സർവേയിലൊന്നും തന്നെ 2020-യുടെയും BJPയുടെയും അവിടുത്തെ ശക്തിയെക്കുറിച്ച് കാര്യമായി അവലോകനം നടത്തില്ല. ഞാൻ ബാക്കി എല്ലാ മണ്ഡലങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ കുന്നത്തുനാടിനെ കുറിച്ച് അങ്ങനെ കാര്യമായിട്ട് വന്നില്ല. ഈവൻ ഇപ്പോൾ കാസർഗോഡ് മണ്ഡലത്തെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം മഞ്ചേശ്വരമാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്നെങ്കിലും കാസർഗോഡ് BJPക്ക് അത്ര സാധ്യതയില്ല. എന്നിട്ട് പോലും കാസർഗോട്ടെ LDF സ്ഥാനാർത്ഥി നന്നായിട്ട് വോട്ട് പിടിക്കും, മുസ്ലിം വോട്ട് പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് BJP ജയിക്കും എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വരുമ്പോഴും കുന്നത്തുനാടിനെ കുറിച്ചുള്ളൊരു കാര്യമായ ചർച്ച
നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അല്ല, നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, മനോരമയും മാധ്യമവും ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്തുന്ന സർവേക്ക് ഒരു അജണ്ട ഉണ്ടാവും. അപ്പം BJP വിജയ സാധ്യത ഉണ്ട് എന്ന് അവർ പ്രഖ്യാപിക്കുന്ന മണ്ഡലങ്ങളിൽ അവർ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ BJPക്കെതിരായിട്ട് വിജയിക്കുന്ന മുന്നണിയുടെ ഭാഗത്തേക്ക് ചേരാനുള്ള ഒരു മെസ്സേജാണ്. അപ്പം കാസർഗോഡ് ഇടതുപക്ഷം കൂടുതൽ വോട്ട് പിടിക്കും, BJPക്ക് വിജയ സാധ്യതയുണ്ട് എന്നവർ പറയണമെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, BJPക്ക് സാധ്യതയുണ്ട്, UDFന് വോട്ട് ചെയ്യുക. പരമ്പരാഗതമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ട്രാൻസ്ഫർ നടത്തുന്നത് ഇടതു മുന്നണിയിൽ നിന്ന് വലതു മുന്നണിയിലേക്ക് ട്രാൻസ്ഫർ നടത്തുന്ന 2 മണ്ഡലങ്ങളാണ് കാസർഗോഡ്, മഞ്ചേശ്വരം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, BJP വളരെയധികം മുന്നേറുന്ന പല മണ്ഡലങ്ങളും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ചർച്ചയിൽ വന്നിട്ടില്ല. ഇപ്പൊ കരുനാഗപ്പള്ളി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആറ്റിങ്ങൽ, അല്ലെങ്കിൽ വർക്കല, നെടുമങ്ങാട്, കാട്ടാക്കട, ഇതുപോലെയുള്ള നിയോജക മണ്ഡലങ്ങൾ നമ്മൾ ഒരു മാധ്യമങ്ങൾ സർവേ നടത്തുമ്പോൾ അവിടെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി വിജയിച്ചാലും തോറ്റാലും ഒരു മൂന്നാമതൊരു രാഷ്ട്രീയ പാർട്ടി പ്രബലമായി രംഗത്ത് വരുന്ന കാര്യം പറയാനുള്ള ബാധ്യത സർവേ നടത്തുന്നവർക്കുണ്ട്. അപ്പം നമ്മൾ ജയവും തോൽവിയും മാത്രമല്ലല്ലോ പറയേണ്ടത്, ഈ മണ്ഡലത്തിലെ ഇന്ന സാധ്യത പ്രത്യേകതകളുണ്ട്. നമ്മൾ സാധാരണ ഇലക്ഷൻ സർവേ, ഞാൻ വ്യക്തിപരമായിട്ട് ഇതിൽ പഴയ കാലത്ത് പങ്കാളിയായ ഒരാളെന്ന് വെച്ചിട്ട് പറയാണ്, അന്ന് നമ്മൾ നോക്കുന്ന ആ മണ്ഡലത്തിൻ്റെ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ പ്രൊഫൈല് ഈ തെരഞ്ഞെടുപ്പ് സർവേ നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില മേഖലയിൽ തൊഴിലാളികൾക്ക് ഡോമിനൻസ് ഉള്ള മണ്ഡലങ്ങളായിരിക്കും, ചില മേഖലയിൽ റബ്ബർ കർഷകരുടെ മേഖലയായിരിക്കും, പാലക്കാട് ചെല്ലുമ്പോൾ അത് വരുന്നത് നെൽകർഷകരായിരിക്കാം, കോഴിക്കോടുള്ള മണ്ഡലങ്ങൾ ചെല്ലുമ്പോൾ നാളികേര കർഷകരായിരിക്കാം, കാസർഗോഡ് ചിലപ്പോൾ നമ്മൾ അടയ്ക്ക കർഷകരായിരിക്കാം. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള പ്രത്യേകത ഉണ്ടാവും. അപ്പം നമ്മുടെ സർവേയിൽ അവർ ഇടതു വലതു മുന്നണിയുടെയും BJPയുടെയും സാധ്യത പറഞ്ഞുകൊണ്ട് അതിൻ്റെ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ പ്രൊഫൈൽ പറയുന്നില്ല. അപ്പം മൂന്നാമതൊരു മുന്നണി, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഉദാഹരണത്തിന് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ 2021 2ാം സ്ഥാനത്ത് വന്നത് നമ്മുടെ PC ജോർജ് ആയിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുകയാണ്, 3 മുന്നണികൾക്ക് എതിർത്ത് മത്സരിച്ചിട്ട് 2ാം സ്ഥാനത്ത് വന്നു. ഒരു മാധ്യമങ്ങളും അത് നേരത്തെ പ്രവചിച്ചിരുന്നില്ല. മറ്റു പല മണ്ഡലങ്ങളിൽ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്ത് വന്നു. നമ്മുടെ മാധ്യമ സർവേകളിലൊന്നും അത് 2021 ആരും അത് പറഞ്ഞിരുന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ചില മണ്ഡലങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുകയും ആ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു ഏകീകരണം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു അജണ്ടയുണ്ട്. കുന്നത്തുനാടിനെ എന്തുകൊണ്ടൊരു വലിയ ചർച്ചയ്ക്ക് വിധേയമാകാത്തതിൻ്റെ കാരണം ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചതാണ്. കുന്നത്തുനാടിലെ 2020 ശേഷമുള്ള രാഷ്ട്രീയപരമായ ഡെവലപ്മെൻറ്റും ഇടതു വലതു മുന്നണികൾ സംയുക്തമായാണ് അവിടെ മത്സരിച്ചെന്നുള്ള കാര്യം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ചർച്ചയിൽ കടന്നു വന്നതേ. ഇത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. കാരണം ഈ ഒരു പോയിന്റ്, അതായത് ഈ കേരളത്തിൽ ഇത്രയധികം ശ്രദ്ധ നേടിയ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലാണെങ്കിൽ പോലും ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും അല്ലെങ്കിൽ UDFും LDFും ഒക്കെ ഒരുമിച്ച് മത്സരിച്ചു എന്ന് പറയുന്നത് കേരളത്തിൽ അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അത് ബോധപൂർവമാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ സ്വാഭാവികമായും ഇന്ത്യ അലയൻസിലേക്ക് പരിണമിക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് BJPയുടെ നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതായത് ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പാണ്, ഇത് ത്രികോണ മത്സരം. ഇനി മുതൽ ഇന്ത്യ മുന്നണിയും BJPയും തമ്മിലായിരിക്കും മത്സരം. ഈ 2 മുന്നണികൾ, അതായത് ഇപ്പം കേരളത്തിലുള്ള ഭരണകക്ഷിയും അംഗീകൃത പ്രതിപക്ഷവും LDFും UDFും നാളെ ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുക. ചിലപ്പോൾ 1-2 കക്ഷികളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തെന്ന് വരാം. അപ്പം ഒരു NDA UPA മത്സരം കേരളത്തിലും അടുത്ത തവണ മുതൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ത്രികോണ മത്സരം എന്ന് പറയുന്നത് ഈ ഇരു മുന്നണികൾ തമ്മിൽ മത്സരിക്കുന്ന, LDFും UDFും പരസ്പരം മത്സരിക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നുള്ളത്. അതിൻ്റെ ഒരു സൂചനയാണ് സത്യത്തിൽ ഈ കുന്നത്തുനാട് നൽകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് പരീക്ഷിച്ചത് 1982 കേരളത്തിലെ പറവൂർ മണ്ഡലത്തിൽ, ശിവൻപിള്ള. അത് ഒരുപാട് പിന്നീട് കേസുകൾക്ക് ഒരുപാട് വിഷയമായതാണ്. നമ്മളാരും പ്രതീക്ഷിച്ചില്ല ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ ഇന്ത്യയിൽ ഇത്രയും ജനകീയമാകുന്നു. അപ്പോൾ ഒരു 20 വർഷം കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ ഏതാണ്ട് പൂർണ്ണമായി. 2004 ആകുമ്പോഴത്തേക്കും ലോകസഭയിൽ എല്ലാ മണ്ഡലങ്ങളിലും അത് നടപ്പാക്കി കഴിഞ്ഞു. അപ്പോൾ അതുപോലെയാണ് ഇന്ത്യ അലയൻസ് കേരളത്തിൽ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത് കുന്നത്തുനാടാണ്. അപ്പോൾ ആ കുന്നത്തുനാടിൽ ഇന്ത്യ അലയൻസ് ഭാഗികമായി വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു പഞ്ചായത്ത് പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കാൻ പറ്റി അവർക്ക്, അവരുടെ മാത്രമല്ല
2020 അൺക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു പവറിനെ അല്പം ഒരു കോട്ടം വരുത്താനായിട്ട് അവർക്ക് കഴിഞ്ഞു. പക്ഷേ അതിലൂടെ നൽകിയ മെസ്സേജ് എന്താണ്? കുന്നത്ത് നാടിലെ CPM-ഉം കോൺഗ്രസും നൽകിയ മെസ്സേജ് എന്ന് പറയുന്നത് 2020 പരാജയപ്പെടുത്താൻ പൊളിറ്റിക്കലായിട്ട് ഈ മുന്നണികൾക്ക് കഴിയില്ല എന്നാണ്. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഇടത് വലത് മുന്നണികൾ രണ്ടായി നിൽക്കുകയാണ്. 24 കൊടികൾ ഒന്നിച്ചു നിന്ന് മത്സരിച്ച് 2020 പരാജയപ്പെടുത്താൻ ശ്രമിച്ച മണ്ഡലത്തിൽ ഒരു വർഷത്തിനുള്ളിൽ അവർ രണ്ട് മുന്നണികളായി പരീക്ഷിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ കളിയാക്കുന്ന തരത്തിൽ നമ്മളൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു മൊറാലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇടത് വലത് മുന്നണികൾ ഒന്നായി പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാമെങ്കിൽ എന്തുകൊണ്ട് നിയമസഭയിൽ നിന്നുകൂടാ? അപ്പോൾ നിയമസഭയിൽ രണ്ടായി നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ NDAക്ക് കേരളത്തിൽ 100% ഉറപ്പിക്കുന്ന ഒരു സീറ്റായിട്ട് കുന്നത്ത് കാണാനുള്ള ഒരു പ്രധാന കാരണം അവിടുത്തെ ഈ രാഷ്ട്രീയ ആഭാസത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അതായത് 2025 ഒന്നായി നിന്നവർ 2026 രണ്ട് മുന്നണികളായിട്ട് നിന്നുകൊണ്ട് 2020 മത്സരിക്കുകയാണ്. അതും 2020ക്ക് അഡ്വാൻറ്റേജ് ആണ്. മാത്രമല്ല 2020 തന്നെ BJP മുന്നണിയിൽ വരികയും വോട്ട് കൂടുന്ന സമയത്ത് വോട്ട് കൂടുക മാത്രമല്ല നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് വരികയാണ്. അപ്പോൾ അതിനകത്ത് രണ്ടുപേരുടെയും ആശയപരമായിട്ട് വികസനത്തെ കാഴ്ചപ്പാടിൽ BJP മുന്നിൽ വയ്ക്കുന്ന ആശയവും 2020 ഒന്ന് തന്നെയാണ്. പക്ഷെ അതിനകത്തൊരു 2-4 ആവണമെന്നില്ല പൊളിറ്റിക്സ് എന്ന് പറയാറില്ല. അതേപോലെ BJP-യുടെയും 2020-യുടെയും വോട്ട് കൂട്ടുമ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും 2020 എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തുടങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടി. അത് അങ്ങനെയല്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തുടങ്ങുന്ന ഒരു കക്ഷിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവർക്ക് രാഷ്ട്രീയത്തിന് അതീതമെന്ന് പറയാൻ കഴിയില്ല. കാരണം അവർ രാഷ്ട്രീയ പാർട്ടിയായി മാറുകയാണ്. അത് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായിട്ട് വരുന്നില്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മുന്നണികൾക്കെതിരായിട്ട് വരുന്നില്ല. അല്ലാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അവർ കക്ഷിയാകുമല്ല. അപ്പൊ പിന്നെ എങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിനെതിരാകുന്ന? അതുകൊണ്ട് ആ തരത്തിലല്ല അതിനെ കാണേണ്ടത്. നിലവിലുള്ള മുന്നണികൾ രണ്ടും ഒന്നാണെന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ രണ്ടും ഒന്ന് തന്നെയാണ്. അവിടെ കോൺഗ്രസും അത് ചുമട്ടുതൊഴിലാളിയുടെ വിഷയം വന്നാലും മറ്റു തരത്തിലുള്ള സമരാഭാസത്തിന്റെ കാര്യത്തിൽ എല്ലാത്തിലും രണ്ടുപേരും ഒന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ ഇരു മുന്നണികളും ഒരുപോലെയാണെന്ന് വികസന വിഷയത്തിൽ രണ്ടുപേരും ഒരുപോലെ എതിർത്ത് നിൽക്കുന്നു എന്നുള്ളത് മുന്നിൽ വെച്ചാണ് 2020 വന്നത്. BJP മുന്നിൽ വയ്ക്കുന്ന വിശാലമായ ഒരു ആശയം അത് തന്നെയാണ്. അപ്പൊ ഇവിടെ BJP-യും 2020 ഒന്നിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് വളരെ വലുതാണ്. സമാന്തരമായിട്ട് 25 ജനങ്ങളുടെ മുന്നിൽ ഒന്നിച്ചു നിന്ന കോൺഗ്രസും CPM-ഉം ഇപ്പോൾ വീണ്ടും രണ്ടായി നിൽക്കുമ്പോൾ അവർ തന്നെ സ്വയം അവരുടെ കഴിവില്ലായ്മ തെളിയിച്ചതാണ് ഒരു വർഷത്തിന് മുമ്പ്. അപ്പം ജനങ്ങൾ അവരിലേക്ക് എന്തായാലും വിശ്വാസം അർപ്പിക്കില്ല. കാരണം ഇത് രണ്ടായി നിന്നിട്ട് ഇപ്പം വീണ്ടും ഒന്നായി നിന്നിട്ട് വീണ്ടും രണ്ടായി നിൽക്കുന്ന ഇടത് വലത് മുന്നണികളെ ജനങ്ങൾ ഒന്നായി കണ്ടുകൊണ്ട് 2020ക്ക് വോട്ട് കൊടുക്കാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഞാൻ ഉറപ്പ് പറയുന്നു ഈ തെരഞ്ഞെടുപ്പിലെ വിധി വരുമ്പോഴത്തേക്ക്. മാത്രമല്ല അവിടെ പോളിംഗ് ശതമാനം 2% കൂടിയിട്ടുണ്ട്. ഏതാണ്ട് 4000-ലധികം വോട്ട് ഇത്തവണ വർദ്ധിച്ചിട്ടുണ്ട്. മറ്റു പല തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിലും കുറയുകയാണ് ചെയ്തത്. കഴിഞ്ഞ പോളിംഗ് ശതമാനം കൂടിയെങ്കിലും ഏതാണ്ട് 63ഓളം തിരുക്കൊച്ചി ഭാഗത്തുള്ള നിയോജക മണ്ഡലങ്ങളിൽ 21 വോട്ട് ചെയ്തവരുടെ എണ്ണത്തെക്കാളും കുറവാണ്. പക്ഷേ കുന്നത്ത് നാടിൽ വോട്ട് കൂടിയൊരു മണ്ഡലമാണ്. അങ്ങനെ നോക്കുമ്പോൾ മറ്റു തരത്തിലുള്ള ഒരു മതപരമായ പോളറൈസേഷനും ഒന്നും അവിടെ പ്രായോഗികമല്ല. ഇടത് വലത് മുന്നണികൾ അവരുടെ സ്വന്തം ദൗർബല്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുറത്ത് കാണിച്ചതിന് ശേഷം നടത്തുന്ന മത്സരവുമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ ഒരു രാഷ്ട്രീയ നാടകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് 2020 വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്.